ഹായ് കൂട്ടുകാരെ, ഇന്ന് കേറ്ററ്റിന് വേണ്ടി ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേറ്ററ്റ് എക്സാമൊക്കെ ഇങ്ങനെ അടുക്കുന്നു. പലരും എന്ത് പഠിച്ചാലാണ് പാസ്സാകുക എന്നിങ്ങനെ ചോദിച്ച് നിരന്തരം വിളിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് അധ്യാപകർക്ക് ഇത് പഠിച്ചു തീരുന്നില്ല, ഭയങ്കര വിഷമമാണ്. കേറ്ററ്റ് ഇല്ലാത്തത് കൊണ്ട് സമൂഹത്തെ അഭിമുഖീകരിക്കാനും ഒക്കെ പ്രയാസമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ ഇങ്ങനൊക്കെ പഠിച്ചാൽ കേറ്ററ്റ് പാസ്സാകും, ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറക്കാതെ കാണുക. അപ്പോൾ ആദ്യത്തെ കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ള കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് കഴിഞ്ഞ കേറ്ററ്റിൽ നിങ്ങൾ പരാജിതരാകാനുള്ള കാരണം എന്ത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ്? എനിക്കിപ്പോൾ സോഷ്യൽ സയൻസ് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ കണക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ എനിക്കറിയാത്ത ചില ഏരിയാസ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ സബ്ജക്റ്റിലെ സിലബസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ അറിയാം, എനിക്ക് എന്തൊക്കെ അറിയില്ല. അപ്പോൾ നിങ്ങൾ ഏതിൽ ഉസ്താദാണ്, നിങ്ങൾ ഏതിലാണ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ ഏതിലാണ് കുറച്ച് ലോ ആയിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തുള്ള ഗുണം എന്താ? നമുക്ക് ആ സബ്ജക്റ്റിന് കുറച്ച് സമയവും മറ്റു സബ്ജക്റ്റിനും കുറേ ഏറെ സമയവും കൊടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ പരാജയ കാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ പിന്നെ ചിലവർക്കുണ്ട് ഈ സബ്ജക്റ്റും ഒക്കെ അറിയാം, പക്ഷേ ചിലപ്പോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും. ആ സമയത്തുള്ള ഈ ടെൻഷനായിരിക്കും തോക്കാൻ കാരണം. ആ സമയം ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും പ്രശ്നം. ഇതൊക്കെ പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ എന്താണ് റിയൽ കാരണമെന്ന് മനസ്സിലാക്കുക. ഞാൻ എന്തുകൊണ്ട് തോറ്റു കഴിഞ്ഞതൊക്കെ അത് ഇരുന്ന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 വർഷം മുമ്പാണ് BEd പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് മറന്നുപോയി കാണും. ഇങ്ങനെ പലവിധ റീസൺ ഉണ്ടാകും. ആ റീസൺ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇത്തവണ അത് ആവർത്തിക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കുക. കഴിഞ്ഞ തവണ ഇങ്ങനെയൊക്കെ പറ്റി, ഇത്തവണ ഞാനിത് ആവർത്തിക്കത്തില്ല, ആ ഒരു തീരുമാനം എടുക്കുക. രണ്ടാമത്തത്, നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ആയി, ഇനിയുള്ള ദിവസം മതി എന്നൊക്കെ മനസ്സിലാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിന് കുറച്ച് കോർ ഏരിയാസ് ഉണ്ട്. മനസ്സിലായോ? സബ്ജക്റ്റിനെ കോർ ഏരിയാസ് ഞാൻ പലവിധ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 7-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത കുറേ കോർ ഏരിയാസ് ഉണ്ട്. സൈക്കോളജി ആണെങ്കിൽ ഇത്രയധികം സിദ്ധാന്തങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ മാത്സ് ആണെങ്കിൽ ഇത്തരം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. ഇങ്ങനെ നമുക്ക് കുറച്ച് കോർ ഏരിയാസ് ഉണ്ട്. സാമൂഹ്യ ശാസ്ത്രം എടുക്കുക. സാമൂഹ്യ ശാസ്ത്രത്തെ മുഴുവൻ പഠിക്കാനൊന്നും നമുക്ക് സമയമില്ല. അപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലെങ്കിൽ ചൈനീസ് ഇതൊക്കെ ആയിരിക്കും മെസപ്പൊട്ടോമിയ. ചിലപ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. INCയുടെ ചില സെഷൻസ് ചോദിക്കാറുണ്ട്. ചില മണ്ണിനങ്ങളെപ്പറ്റി ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. കൃഷി, പരുത്തി, ഇങ്ങനെ ഒരു 10-20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കോർ ഏരിയാസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും വെറും 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ. ഇതൊന്നും കയ്യിലില്ലെങ്കിലാണ് ഇങ്ങ് പോന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇനി അടുത്തത് കോർ ഏരിയാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പരീക്ഷയിലെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് പെഡഗോജി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ സൈക്കോളജി കറക്റ്റായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പെഡഗോജിയും പഠിക്കുക. അപ്പോൾ പെഡഗോജി പഠിച്ചാൽ എന്താ ഗുണമുള്ളത്? അതിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റും. കാണാതൊന്നുമല്ല, നമുക്കൊരു ആ വിഷയത്തിനോടുള്ളൊരു ഇഷ്ടം കാരണം നമുക്ക് കുറച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ പെഡഗോജി പഠിച്ചാൽ നമ്മൾ പാസ്സാകും. മനസ്സിലായോ? അപ്പോൾ പെഡഗോജി ഒരു കാര്യത്തിലും ഒഴിവാക്കരുത്. അതാണ് എനിക്ക് മൂന്നാമത് പറയാനുള്ളത്. നാലാമത് പറയാനുള്ളത് ഇംഗ്ലീഷ്, മലയാളം. ഈ 2 ലാംഗ്വേജും കേറ്ററ്റ് കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും പഠിക്കണം. ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയം മെനക്കെടുത്തണം. കാണാതെ പഠിക്കാനല്ല. ഏതെങ്കിലും ഗ്രാമർ പുസ്തകം വായിച്ചാൽ കിട്ടത്തില്ല. 10 മണിക്കൂർ കൊണ്ട്, ഇപ്പം ഞങ്ങളുടെ ടീച്ചർ ശ്രീകല ടീച്ചർ 10 മണിക്കൂർ കൊണ്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടുള്ള കഴിഞ്ഞ 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്യിപ്പിച്ച് നോക്കും. അത് മതി. ടീച്ചറിന് കുറച്ച് ടെക്നിക്കുകളുണ്ട്, അത് മാത്രം മതി. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? നമ്മുടെ മലയാളവും ഇംഗ്ലീഷും പഠിക്കാതെ കയറരുത്. 5ാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി. സൈക്കോളജി ആവർത്തിച്ചു വരുന്ന ഏരിയാസ് എഴുതി തന്നെ നോക്കുക, പിക്ചറാക്കി വെക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. DLEDൻ്റെ ബുക്കാണ് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഇനി വായിക്കാനുള്ള സമയമില്ല എങ്കിൽ അതിൻ്റെ ക്രിസ്പി നോട്ടുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. CCയുടെ ക്ലാസ്സുകൾ ഞങ്ങൾ അതാണ് തരുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താ? ഈ പരിപാടി എളുപ്പമാകും. ഏറ്റവും ഫൈനലായിട്ടുള്ള കാര്യം, മാത്സും ഇംഗ്ലീഷും ചെയ്യുന്നവർക്ക് മാത്സിൽ എന്ത് ചെയ്യണം? മിനിമം 1 മണിക്കൂറെങ്കിലും മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. കണക്ക് ചെയ്തു നോക്കണം, വെറുതെ വിടരുത്. കണക്ക് ചെയ്തു നോക്കിയാൽ മാത്രമാണ് സ്പീഡ് വരിക, കണക്ക് കണ്ടുപഠിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അടിപൊളിയായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്താൽ പരീക്ഷ പാസ്സാവും.
ഇത്തവണ വിജയം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു നോക്കിക്കേ, നമുക്ക് പാസ്സാകാം ഉറപ്പ്.